Hi children, welcome back to my channel LKLS Star Maths Class in the CBSE Maths Arithmetic Progression 5th chapter ആണ് കേട്ടോ. ആ ചാപ്റ്ററിലെ എക്സസൈസ് 5.1 ഫോർത്ത് വണ്ണാണ് എന്ന് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ്, തേർഡ്, ദെൻ ഫോർത്ത്. ക്ലിയർ? സോ which of the following are APs, and if they form an AP, find the common difference D and റൈറ്റ് 3 more terms. കണ്ടോ, കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതാദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതൊരു എ പി ആണോ അന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അവരെന്താ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ എ പി ആണെങ്കിൽ കോമൺ ഡിഫറൻസ് വിച്ച് മീൻസ് ഫോർ ഡി അല്ലേ, ഇതിന് ഷോർട്ടായിട്ട് എന്താ പറയുക, ഡി എന്ന് പറയും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തുകയും വേണം. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ എത്ര ടേംസാണ് തന്നിട്ടുള്ളത്, 4 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ, 1 2 3 4. അപ്പോൾ ഇത് കൂടാണ്ട് ഒരു 3 ടേംസും കൂടി ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടേംസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്, ഇതിന് A1 A2 A3 A4 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിൻ്റെ സ്ഥാനങ്ങളാണല്ലേ അത്. അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താ, 2 ആണ്, അതിനെയാണ് നമ്മൾ A1 എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 4 ആണ്, അതിന് നമ്മൾ എന്ത് പറയും, A2. ദെൻ തേർഡ് നമ്പർ 8 ആണ്. സോ ഈ ഓരോ നമ്പറിൻ്റെ പൊസിഷനെ കാണിക്കാനാണ് A1 A2 A3 A4 ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് A1 ആണ്, ഇത് A2 ആണ്. സോ A2 മൈനസ് A1 വിച്ച് മീൻസ് വാട്ട്, 4 മൈനസ് 2. അതേപോലെ തന്നെ പിന്നെ എന്താ ചെയ്യേണ്ടത്, A3 മൈനസ് A2. ഇത് A3 അല്ലേ, മൂന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ. സോ 8 മൈനസ് 4 എന്ത് കിട്ടും, അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കി. ഇതിന് കിട്ടുന്ന ഡിഫറൻസ് സെയിം ആണെങ്കിൽ, ഇപ്പോൾ 16 മൈനസ് 8 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, 8 മൈനസ് 4 ചെയ്യുമ്പോൾ കിട്ടും, ദെൻ 4 മൈനസ് 2. ഇതെല്ലാത്തിൻ്റെ ആൻസർ സെയിം ആണെങ്കിൽ മാത്രമേ ഇറ്റ് ബിലോങ്സ് ടു വാട്ട്, എ പി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? അതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് കണ്ടെത്താം, എന്നിട്ടത് എ പി ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ ആൻസർ. സോ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. കണ്ടോ, ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, 2 4 8 16. ഈ പറഞ്ഞ പോലെ A2 മൈനസ് A1 വിച്ച് മീൻസ് വാട്ട്, 4 മൈനസ് 2. വി ഗോട്ട് വാട്ട്, 2. ദെൻ അടുത്തത് എന്താണ്, A3 മൈനസ് A2 A3 A2. കണ്ടോ, അപ്പോൾ അത് ചെയ്യുമ്പോൾ 8 മൈനസ് 4 വി ഗോട്ട് 4. ദെൻ ലാസ്റ്റ് വൺ A4 മൈനസ് A3. കണ്ടോ, A4 മൈനസ് A3. സോ 16 മൈനസ് 8 8. ഓക്കെ, എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻസേഴ്സാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്തല്ല, അതുപോലെ എഴുതാം. കണ്ടോ, ഹിയർ A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2. സോ ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് ഫോം ആൻ എ പി. അതുകൊണ്ട് നമുക്ക് ഈ സമയം എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നിർത്താം. ക്ലിയർ ആയല്ലോ? ഇത് ഈ കാണുന്ന ഡിഫറൻസ് എല്ലാം ഈക്വൽ ആയിരുന്നുവെങ്കിൽ നമ്മളിവിടുത്തെ 3 ടേംസും കൂടെ എഴുതാമായിരുന്നു. ബട്ട് ഇവിടെ ഇത് രണ്ടും ഈക്വൽ അല്ല. ഉണ്ടോ, ഫസ്റ്റ് 2 തന്നെ ചെയ്തപ്പോൾ ആൻസർ തെറ്റാണ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കണ്ടോ, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, 2, 5/2, 3, 7/2, അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതും ഈ പറഞ്ഞ പോലെ A1 A2 A3 A4 A5 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A2 മൈനസ് A1 ചെയ്യാം. കണ്ടോ, A2 മൈനസ് A1 വിച്ച് മീൻസ് വാട്ട്, 5/2 മൈനസ് 2. ഇവിടെ എന്ത് ചെയ്യണം, ഉണ്ടോ, ഇവിടെ എഴുതിയേക്കുന്നത് നോക്കിയാൽ ഈക്വൽ ടു 5/2 മൈനസ് 4. എവിടെ നിന്നാണ് ഈ മൈനസ് 4 വന്നത്, ഈ 5/2 ആണ് ഈ കിടക്കുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക, 2 2s are 4. അപ്പോൾ 5 മൈനസ് 4/2 വിച്ച് മീൻസ് അതിൻ്റെ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 5 നിന്ന് 4 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ദെൻ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2ഉം കൂടി. സോ വി ഗോട്ട് വാട്ട്, 1/2. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിലെ A1ഉം A2ഉം കൂടിയാണ് നമ്മൾ A2 മൈനസ് A1 ആണ് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് 1/2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, A3 മൈനസ് A2 ചെയ്തുകൂടെ. A3 മൈനസ് A2 ഈക്വൽ ടു 3 മൈനസ് 5/2 ഈക്വൽ ടു എന്താ, ഇവിടെ ഇതുപോലെ നോക്കിയാൽ ഇവിടെ 6 ആണല്ലേ, ഈ 5/2 അങ്ങനെ തന്നെയുണ്ട്. എവിടെ നിന്ന് 6 കിട്ടിയതാ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്പിൾ, 3 2s are 6 മൈനസ് 5/2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1 ആണ്, ദെൻ ഡിനോമിനേറ്റർ 2. സോ അവിടെയും നമുക്ക് എന്താ കിട്ടിയത്, 1/2 കിട്ടി. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, A4 മൈനസ് A3. ഏതാ A4, 7/2 മൈനസ് 3. കണ്ടോ, അപ്പോൾ 7/2 മൈനസ് 3 ചെയ്യുമ്പോൾ ഈ 7/2 അങ്ങനെ തന്നെയുണ്ട്. ദെൻ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 2 3s are 6. ദെൻ 7 മൈനസ് 6 എത്രയാണ്, 1/2. കണ്ടോ, നമുക്ക് എല്ലായിടത്തും സെയിം ആൻസറാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം
ഫോംസ് ആൻ എ പി വിത്ത് കോമൺ ഡിഫറൻസ് 1/2. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് 1/2 കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത 3 നമ്പേഴ്സ് നമ്മളിവിടെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ. ഇതൊരു എ പി ആണ്. അപ്പോൾ നെക്സ്റ്റ് 3 ടേംസ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലാസ്റ്റ് ടേം ഏതായിരുന്നു ഇവിടെ 7/2 ആയിരുന്നു അല്ലേ. അപ്പോൾ 7/2ൻ്റെ കൂടെ ഈ കിട്ടിയ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. 7/2 + 1/2 ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്, കണ്ടോ 8/2 കിട്ടി. ഇനിയോ 2 ഇതിൽ പോകും അല്ലേ, 4 ടൈംസ്. സോ നമ്മുടെ 5th ടേം ആരാണ്, 4 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ നമ്മൾക്ക് ഇതാ ഇവിടെ 4 നമുക്കിവിടെ കിട്ടി. ഇവിടുത്തെ ഒരു ടേം നമുക്ക് കിട്ടി 4. ഇനി അടുത്തതും കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 4ൻ്റെ കൂടെ ഡിഫറൻസ് ആയിട്ടുള്ള 1/2 ആഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. നമുക്കതുകൂടി നോക്കാം കേട്ടോ. കണ്ടോ ആ 4 + 1/2 ഇവിടെ നമുക്ക് എങ്ങനെയാണ്, ഇവിടെ 8 ഉണ്ട്, എങ്ങനെ കിട്ടി, 4 2s are 8 + 1/2. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആവാൻ കേട്ടോ. ഇനിയോ 8 + 1 = 9/2. ക്ലിയർ ആയോ അത്. അപ്പോൾ ഈ 4 കഴിഞ്ഞിട്ടുള്ള ടേമും നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് കിട്ടിയത് നമുക്ക്, 9/2 കിട്ടി. ഇനി അടുത്ത ഒരെണ്ണം കൂടി കണ്ടെത്തണ്ടേ. അപ്പോൾ 9/2ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി, ഈ പറഞ്ഞ 1/2 തന്നെ കിട്ടുക. നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് എന്തായിരുന്നു, 1/2. സോ അത് നമുക്ക് നോക്കാം. ഇതാ ഉണ്ടോ, 9/2 + 1/2. 9 + 1 വാട്ട്, 10/2. ഇത് ആഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഒരുപോലെ തന്നെയാണ്. സോ അവിടെ ബോധന ചെയ്യേണ്ട ആവശ്യമില്ല. ആ 2 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇതിന് എന്താ 10 / 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ 5 കിട്ടി. അപ്പോൾ നമ്മൾ 3 ടേംസ് കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു, 4, 9/2, 5 ആർ ദ നെക്സ്റ്റ് 3 ടേംസ്. ക്ലിയർ ആയോ ഇത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിന് മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന കുട്ടികളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.